നമസ്കാരം. 1980 ചങ്ങനാശ്ശേരി തരംഗം തിയേറ്റേഴ്സിൻ്റെ മേഘച്ചാർത്ത് എന്ന നാടകം പിറവം പള്ളിയിൽ നടത്തുന്ന സമയം. മേഘച്ചാർത്ത് നല്ല ഒന്നാന്തരം ഒരു നാടകമാണ്. വളരെയധികം സ്റ്റേജിൽ കളിച്ച നാടകമാണ്. അതിലെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് ആലഞ്ചേരി, MS വാര്യർ, MK നായർ, ഞാൻ, പെരുന്ന മധു, പനാമ ജോസ്, ആലഞ്ചേരി തുടങ്ങിയ, കൂത്താട്ടുകുളം ലീല, ഏഴംകുളം രാജമ്മ, സോഫിയ തുടങ്ങിയ അഭിനേതാക്കൾ അഭിനയിക്കുന്ന നാടകമായിരുന്നു മേഘച്ചാർത്ത്. പിറവം പള്ളിയിൽ അവതരിപ്പിക്കുന്നു പെരുന്നാളിനോട് അനുബന്ധിച്ച്. ആ ദിവസം പ്രദക്ഷിണം കഴിഞ്ഞാലുടൻ നാടകം തുടങ്ങണം. അതായത് 7 മണിക്ക് നാടകം തുടങ്ങണമെന്നായിരുന്നു വികാരിയച്ഛൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞങ്ങൾ വളരെ നേരത്തെ അവിടെ ചെല്ലുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് വേണ്ട സ്വീകരണങ്ങളൊക്കെ നൽകി. നല്ല ഒന്നാന്തരം ചുളിയുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഒരു കമ്മിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലെ കമ്മിറ്റി കൺവീനറോ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ദേവാലയത്തിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് വന്നു. പള്ളിയിലേക്ക് വന്നു. ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ടു. പ്രദക്ഷിണം വന്നു. നല്ല ഒന്നാന്തരം ജനക്കൂട്ടമായിരുന്നു അവിടെ. പ്രദക്ഷിണം കഴിഞ്ഞു. 7 മണിക്ക് തന്നെ ഏതാണ്ട് നാടകം തുടങ്ങി. നാടകം തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു തുടങ്ങി ഞാനും കൂത്താട്ടുകുളം ലീലയും നിൽക്കുന്ന ഒരു രംഗം, ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ സമയമായപ്പോൾ ഫ്രണ്ടിൽ ഒരു 10-40 അടി അകലെ ഒരു ചെറിയ ബഹളമോ അടിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു തള്ളും ഉന്തും ഒക്കെ നടക്കുന്നത് കണ്ടു. അപ്പോൾ പള്ളിയിലെ സൈഡിൽ കിടക്കുന്ന ട്യൂബിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ബാഴ്ച കുത്തിയ 3-4 കമ്മിറ്റിക്കാർ തന്നെയായിരുന്നു. അതിലെ കൺവീനറെ മറ്റു 3 പേര് കൂടി ഇടിക്കുന്ന ഒരു രംഗമാണ് നടക്കുന്നത്. അവിടെ നിന്ന് ഇടികൊണ്ട് ബഹളമായി ജനമെഴുന്നേക്കുന്നു. കൺവീനർ ഇടികൊണ്ട് സ്റ്റേജിലേക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ വന്ന് ചാടി കയറി. ഞാനും ലീലയും നിൽക്കുന്ന നടുക്കോട്ട് വന്ന് കഴിയും. സാറേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് എന്നെ പിടിക്കുന്നു. മറ്റുള്ളവരും കൂടെ വന്ന് കയറുന്നു. കർട്ടനാണെങ്കിൽ ഇടുന്നുമില്ല. ഏതായാലും അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്തു. ലീലയാണ് അകത്തേക്ക് കയറി എന്നെ പിടിച്ച് ഇവൻ നിൽക്കുന്നു, ഞാൻ തടസ്സം പിടിക്കുന്നു. ഇങ്ങനെയുള്ള രംഗമാണ്. കാരണം കർട്ടൻ കെട്ടി വെച്ചിട്ട് കർട്ടൻ സെറ്റുകാരൻ നൗഷാദ് മൂത്രമൊഴിക്കുകയും വീടി വലിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്ന സമയമാണ്. പിന്നെ ഏതാണ്ട് അവനറിയാം രംഗം തീരുന്ന സമയത്തോട് അടുപ്പിച്ച് വന്ന് കർട്ടൻ ഇട്ടാൽ മതിയല്ലോ. ഏതായാലും ഇതിനിടയ്ക്ക് വന്നു, അച്ഛൻ വന്നു, വേറെ 2-3 കമ്മിറ്റിക്കാർ പുറകെ കൂടെ കയറി വന്ന് ഇവരെല്ലാം തടസ്സം പിടുത്തമായി ഇവരെ പിടിച്ചോണ്ട് പോയി. ഈ സമയത്ത് തന്നെ കർട്ടൻ കെട്ടുകാരൻ വന്നു. അവൻ കർട്ടൻ അഴിച്ചു, അതിടുകയും ചെയ്തു. എൻ്റെ വൈറ്റ് ഷർട്ട്, ഡോക്ടറായിട്ടില്ലേ, വൈറ്റ് ഷർട്ട് മുഴുവൻ രക്തവും മണ്ണും ചെളിയും എല്ലാം എന്നെ പിടിച്ച് ഞാനാണ് പിടിച്ച് തടസ്സം പിടിച്ചിരുന്നത്. ഏതായാലും അതെല്ലാം കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ജനമെല്ലാം ഇളകി വന്നിരുന്നു. പിന്നെ ഒരു തരത്തിൽ അനൗൺസ്മെൻ്റ് എല്ലാം നടത്തി ജനത്തെയൊക്കെ ഒതുക്കി അവിടെ വന്നു. എല്ലാം കഴിഞ്ഞു. നാടകം തുടങ്ങി. വളരെ നല്ല രീതിയിൽ തന്നെ നാടകം നടന്നു. നാടകം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വികാരിയച്ഛൻ ഒരു തൊട്ടടുത്ത് തന്നെയായിരുന്നു. അവിടെ വന്നപ്പോൾ ഈ ഇടികൊണ്ട് കൺവീനറെ നെറ്റിയെല്ലാം ഇതുമെല്ലാം വെച്ച് കെട്ടി അവിടെ ഇരിപ്പുണ്ട് പാവം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വലിയ സങ്കടമായി. എന്താ മോനെ അതിനൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ടോ? സാരമില്ല ചായ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെ മറ്റേ ഊണ് കഴിക്കണം. ഞങ്ങൾക്ക് ഈ കൺവീനറുടെ വീട്ടിൽ തന്നെയാണ്. കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൺവീനറുടെ അമ്മയുണ്ട്. പറഞ്ഞു അവിടെ ചെന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേക്ക് മോന് വളരെ വിഷമമുണ്ടല്ലേ? അതൊക്കെ അങ്ങനെ കിടക്കുക ചായ, അതൊക്കെ അങ്ങനെ. പിന്നെ ഒരു വിഷമമുള്ളത് എന്നാന്ന് ചോദിച്ചിരുന്നാൽ എൻ്റെ 3 കുപ്പിയും 2 കിലോ ഇറച്ചിയും തിന്നേച്ചായിരുന്നു എനിക്ക് കിട്ടിയ പണി ചെയ്ത്. ആ ഒറ്റ വിഷമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല. അപ്പോൾ കൺവീനറുടെ അമ്മ വന്നിച്ച് പറഞ്ഞു, ഇവൻ എല്ലാ കാര്യങ്ങളെയും മുൻപന്തി നിൽക്കും, ഇവനെ മുൻപിലാക്കി എല്ലാവരും കൂടെ വെക്കും. കാരണം കണ്ടില്ലേ, ഇവൻ എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കുകയും ചെയ്യും. ഇതറിയാവുന്നത് കൊണ്ടാണ് ഇവനെ കൺവീനറാക്കിയത്. അവസാനം വരുമ്പോൾ എല്ലാവരും കൂടെ ബഹളമാകും, ഇടിയാകും, ഇങ്ങനെയൊക്കെയുള്ള
സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരു പതിവ് പരിപാടി തന്നെയാണ്. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും സമയമാകുമ്പോൾ എല്ലാവരും കൂടെ കൂടി അവനെ കമ്മിറ്റിക്കാരനാക്കും, കമ്മിറ്റി കൺവീനറാക്കും, ഇതൊക്കെയാണ് പതിവ് എന്ന് ആ മാതാവ് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം, എൻ്റെ ചെറുപ്പത്തിലുള്ള മറ്റൊരു കാര്യം ഞാൻ ഓർത്തുപോയി. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോടൊപ്പം പഠിച്ച് തങ്കച്ചൻ എന്ന് പറഞ്ഞ് കളീക്കൽ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അന്നൊന്നും ഓഡിറ്റോറിയങ്ങളില്ല, മറ്റേ ഈ കാറ്ററിംഗുകാരൊന്നും ഇല്ലാതെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്തെ വീടുകളിൽ തന്നെ പന്തലിട്ട് ആണ് സദ്യ ഒരുക്കുന്നത്. സദ്യ ഒരുക്കുമ്പോൾ ഒരു വെപ്പുകാരൻ കാണും, ഇറച്ചിയും മീനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അയാളുടെ മേൽനോട്ടത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരുന്നു അന്ന്. കലവറക്കാരൻ വളരെ കരുത്തുള്ളവനായിരിക്കണം, എല്ലാ തരത്തിലും നല്ല മരുന്നുള്ളവനായിരിക്കണം, നല്ല അടുക്കും ചിട്ടയുള്ളവനായിരിക്കണം. ഇത് നടത്താനൊന്നും എല്ലാവർക്കും കഴിവില്ല. പക്ഷേ ഇവിടെ കല്യാണം ഉണ്ടെങ്കിലും കലവറ ഏൽപ്പിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു കളീക്കൽ തങ്കച്ചൻ. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്, തങ്കച്ചൻ അങ്ങനെ അന്നേരം മദ്യപാനം ഒന്നും നടത്തത്തില്ല, മദ്യപിക്കാൻ ആരും കൊടുക്കത്തുമില്ല, കാരണം കൊടുത്താൽ പ്രശ്നമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, ബന്ധുക്കാരും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അവരെ വിളിച്ചുകൊണ്ട് പോയി തങ്കച്ചനെ വളരെ നല്ല രീതിയിൽ സൽക്കരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബഹളവും അടിയും നടക്കുന്നതായിട്ട് ചീത്ത പറച്ചിലും ഒക്കെ കേൾക്കാം. അവസാനം ഈ തങ്കച്ചൻ വീട്ടുകാരുടെ തല്ലും കൊണ്ട് വീട്ടുകാരെ അവിടുന്ന് തല്ലിയിറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പതിവ് പരിപാടിയുമായിരുന്നു. ഇത് ഞാൻ ഓർത്തുപോയി. അന്നേരം ഈ കൺവീനർ ഇടികൊണ്ട് വെച്ച് നടന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്ക് അതൊരു വിഷമമായിരുന്നു. ഏതായാലും തങ്കച്ചനെ ഓർക്കാനൊരവസരമായി അന്ന്. ഇത്രയേ ഉള്ളൂ ഇന്ന്.